ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? സിംഹക്കുട്ടികൾ ഈര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഇത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് കൈ വലിച്ച് നിങ്ങളെ താഴെ ഇടുവോ? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിലും കർത്താവ് എങ്ങാനും കൈ വലിച്ചു പോയാൽ ഞാൻ താഴെ വീഴുമെന്ന് വിശ്വസിക്കും. സ്വന്തം വിശ്വാസമല്ലേ? അപ്പോൾ കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ട് കയ്യിൽ കൊണ്ട് നടക്കുകയാണ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ്. നമ്മളും ഫ്രാൻസിസ് അസീസിയും പോപ്പ് ഫ്രാൻസിസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കർത്താവിനെ സംബന്ധിച്ച്. ആണോ? ഒരേ ബാപ്റ്റിസമാണ് സ്വീകരിച്ചേക്കുന്നത്. ആണോ? ഒരേ ബാപ്റ്റിസമാണ്. അതാണ് നമ്മളിതിനൊക്കെ വ്യത്യാസം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അധികം സമയമില്ല ഇപ്പോൾ. ഓൾറൈറ്റ്, നമ്മൾ ഈ കേട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് ഇതാണ്, വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. വീണ്ടും ഏശയ്യ 50-ാം അധ്യായം അല്ലെങ്കിൽ 51-ാം അധ്യായം. ഏശയ്യ 51 എന്ന് പറഞ്ഞാൽ 53-നും 52-നും മുമ്പുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഏശയ്യ 51 എന്ന് പറഞ്ഞാൽ എന്താണ്? 52-നും 53-നും മുൻപുള്ളതാണ്. മനസ്സിലായോ? കാരണം 52-53 ഈശോ മിശിഹായെ കുറിച്ചുള്ള രക്ഷാകര പദ്ധതിയുടെ പ്രധാന. കർത്താവിൻ്റെ ദാസൻ 4, ഇത് കർത്താവിൻ്റെ ദാസൻ 3-ലാണ്. ഉണ്ടോ? ഒന്ന് വായിച്ചെല്ലാവരും. ഏശയ്യ 51, കർത്താവിൻ്റെ ദാസൻ 3. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. എല്ലാവരും ശബ്ദമുയർത്തി. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഒന്നുകൂടി ശബ്ദം ഉയർത്തി. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഈ വചനം സാധാരണ കേട്ടിട്ടില്ലെന്ന് തോന്നില്ലേ? അടിവരിട്ടിട്ടുണ്ട്. എത്ര പേരുടെ ബൈബിളിൽ ഇത് അടിവരിട്ടിട്ടുണ്ട്? അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അവിടെ കേട്ടിട്ടില്ലെന്ന് തോന്നല്ലേ? അതിൻ്റെ അവസാനം, അതിൻ്റെ അടുത്ത വചനം പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. ഓക്കെ, മതി. ഇപ്പം ഇവിടെ കണ്ടോ, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ. ഇപ്പം ഏശയ്യായിൽ ഇത് പറയുമ്പോൾ, ഏശയ്യായുടെ പ്രവചനത്തിൽ ആ കാലഘട്ടത്തിൽ വരെ ഈ രക്ഷ അന്വേഷിക്കുന്നവരെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അബ്രാഹത്തിൻ്റെ ആ പാറയിലൂടെയാണ് ഈ രക്ഷ വരുന്നത്. നിന്നെ വെട്ടിയെടുത്ത പാറ, നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭം. അപ്പോൾ ഈ വിശ്വാസം ദൈവം ദാനമായിട്ട് അബ്രാഹത്തിന് കൊടുത്തതാണ്. ആ വിശ്വാസം അബ്രാഹത്തിന് ഈ വിശ്വാസം ദാനമായിട്ട് കൊടുത്തപ്പോൾ തന്നെ അത് അബ്രാഹം ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നോ? അല്ല.
അബ്രാഹത്തിനിത് കൊടുത്തത് അവനിലൂടെ ലോകം മുഴുവനും ഇത് പ്രസരിക്കുന്നതിന് വേണ്ടിയാണ്. അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒന്ന് നോക്കിയേ. കണ്ടു. അത് എണ്ണാൻ പറ്റുമോ നിനക്ക്? ഇല്ല കർത്താവേ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. നിങ്ങൾക്കറിയോ, അന്ന് ആ കണ്ട നക്ഷത്രങ്ങളിൽ ഒരാൾ നക്ഷത്രം നിങ്ങളായിരുന്നു. ആയിരുന്നോ? മനസ്സിലായോ? അന്നേ കർത്താവ് നമ്മളെ എന്തായിട്ട് കണ്ടു? ആകാശത്തിലെ അബ്രാഹത്തിന് കൊടുത്ത നക്ഷത്രം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തു. നിന്റെ വിശ്വാസത്തിലൂടെ ഇങ്ങനെ ഇത്ര വർഷം കഴിയുമ്പോൾ തോമസ് പോൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞു, അവരൊക്കെ സ്റ്റാറായിട്ട് അവിടെ കാണും. ഈ ഭാഷ മനസ്സിലായോ? ഈ ആളുകൾ ജന്മദിനം എന്നെ കുഞ്ഞ് ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സന്ദേശം അയക്കുമ്പോൾ ഞാൻ പറയും, ഇതാണ് അന്ന് അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു നക്ഷത്രം. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴാണ് പറയുന്നത്, ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന്. ഇത്തിരി സമയമെടുത്തു അത് മനസ്സിലാക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടാകേണ്ട ഒരു 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 കണക്കുകൂട്ടലാണ്. നമ്മളെല്ലാം ദൈവം അബ്രാഹത്തിൻ്റെ സന്താനങ്ങളായിട്ട്, അബ്രാഹത്തിൻ്റെ മക്കളായിട്ട് അന്നേ കണ്ടിട്ടുള്ളതാണ്. പൗലോസ്ലീഹ പറയും, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടിട്ടുള്ളതാണ്, ഇല്ലേ? ഈശോ പറയും, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം വന്ന് നിങ്ങൾ സ്വന്തമാക്കുവിൻ. നമ്മൾ എന്തിനാ ഇത്രപ്പുറത്ത് ആവലാതിപ്പെടണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് സ്ഥലം ഒരുക്കി വച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈശോ തന്നെ പറയാണ്, ഞാൻ വന്ന് നിനക്കൊരു സ്ഥലം ഒരുക്കി, ഞാൻ വീണ്ടും വന്ന് ഞാൻ ആയിരിക്കുന്നിടത്ത് നിന്നെയും ആയിരിക്കാൻ വേണ്ടി നിന്നെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പം ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? ഇതാണ് ഇവിടെ പറയുന്നത്. രക്ഷ തേടുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുക. ഇപ്പം ഇവിടെ വലിയ കാര്യമാണ്. ഇവിടെ ഒന്ന്, അബ്രാഹം ഏകനായിരുന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഒരാളാണ് ആവശ്യം, ഒരു ഫ്രാൻസിസ് അസീസി അല്ല, ആ ഒരു വ്യക്തി. നമ്മൾ ചരിത്രത്തിൽ കാണുന്നതാണ്, ഒരു വ്യക്തിയിലൂടെ, ഒരു സെൻറ്റ് പാട്രിക്കിലൂടെ ആ നാടിനെ മുഴുവനും വിശുദ്ധീകരിക്കുന്നു. അതാണ് ക്രിസ്തീയത, ഒരാളിലൂടെ. അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചോ. ഇന്ന് നമ്മൾ വിശ്വാസികളുടെ സമൂഹം എന്ന് പറയും. നമ്മളാരാ? വിശ്വാസികളുടെ സമൂഹം. ഇങ്ങനൊരു സമൂഹം അന്നുണ്ടായിരുന്നോ? ഇല്ല. ഒരു വിശ്വാസവും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അബ്രാഹം ഏകനായിരുന്നപ്പോൾ ദൈവം അബ്രാഹത്തെ വിളിച്ചു. ആ വിശ്വാസത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ വിശ്വാസം എന്ന ദാനം നമുക്ക് ലഭിച്ചത്? നമുക്ക് വിശ്വാസം ലഭിച്ചത് അബ്രാഹത്തിലൂടെയാണ്. ആ അബ്രാഹത്തിലൂടെ വന്ന വിശ്വാസം എങ്ങനെയാണ് അബ്രാഹത്തിന് ലഭിച്ചത്? ഞാൻ ഇനി പെട്ടെന്ന് നീങ്ങാൻ പോകാൻ കേട്ടോ. ഉറങ്ങുന്നവർ സുഖമായിട്ടിരുന്ന് ഉറങ്ങിക്കോ. ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കയറും എന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഉറങ്ങുന്നവരെ സുഖമായിട്ട് ഉറങ്ങിക്കോ. പ്രത്യേകിച്ച് ഇത്രയും മധുരമായ വചനം കേട്ടിരുന്ന് ഉറങ്ങാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. വീട്ടിൽ ചട്ടിയും കലത്തിൻ്റെയും പണി ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്ന് സുഖമായിട്ട് 8 ദിവസം ഇവിടുത്തെ ശുശ്രൂഷകരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചതോടുകൂടി
സാധാരണ വീട്ടിൽ എങ്ങനെയാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പിന്നെ അത് കഴിക്കാനായിട്ടൊരു മൂടില്ല. കാരണം അതിൻ്റെ പുകയും ഇതൊക്കെ. അത് കഴിഞ്ഞ് ഇതൊക്കെ വിളമ്പിക്കൊടുത്ത് പാത്രമൊക്കെ കഴിയുമ്പോഴേക്കും ഉള്ള മൂടും കൂടി പോയി. അങ്ങനെ ശരിക്കും ഒന്ന് ഭക്ഷണം കഴിക്കണത് തന്നെ ഇവിടെ വന്നിട്ടാണ്. ഏത് നമ്മൾ കഷ്ടപ്പെടാണ്ടേ മറ്റൊരാൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യമല്ലേ. കാരണം നിങ്ങൾ എന്തോരം രാവിലെ മുതൽ എന്തോരം കഷ്ടപ്പെടുന്നവരാണ് വീട്ടിലെ രാവിലെ. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടാണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇരുന്ന് ഉറങ്ങാനും എല്ലാം. ഇനി ധ്യാനത്തിന് കൊടുക്കണ നോട്ടീസിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതണം. അതായത് സഹോദരിമാരെ 5 ദിവസം നിങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇവിടെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് ഇവിടെ ഇരുന്ന് ഉറങ്ങുകയും ഇച്ചിരി ഇടയ്ക്ക് വചനം കേൾക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴാണ് അത് നല്ല ആശയമാണല്ലോ. നമുക്ക് കുറച്ച് വിശ്രമിക്കാൻ പറ്റിയ സമയമാണത്. ശരിയാണോ ഇല്ലയോ? കാര്യം എന്തായാലും 8 ദിവസം നിങ്ങൾ അടുക്കള കയറിയിട്ടില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയും? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അബ്രാഹം ഏകനായിരുന്നപ്പോൾ ദൈവം അബ്രാഹത്തിനെ വിളിച്ചു എന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ വലിയ ഒരു കോർ വിശ്വാസത്തിൻ്റെ. അപ്പോൾ നമ്മൾ അതിനൊന്ന് ഭാവനയിൽ കാണാം. അബ്രാഹം ഒരു പക്ഷേ വയലിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരൊച്ച, അബ്രാം. അബ്രാം തിരിഞ്ഞു നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ആരാണത്? ആരാണ്? എവിടെയാ? ഇബ്രാം, ഇതെവിടെ നീ വിളി വരുന്നേ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ആരാണവിടെ? ആരാണ് നിങ്ങൾ? ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്റെ ദൈവമാകുന്നു. ഉടനെ അബ്രാഹാം അവിടെ കുമ്പിട്ട് താണു പടങ്ങി. ദൈവമോ? ദൈവമോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എന്നോട് സംസാരിക്കുന്നെന്നോ? എങ്ങനെ അബ്രാഹത്തിന് മനസ്സിലായി? അബ്രാഹാം അതുവരെ വീട്ടിലൊക്കെ കുറേ കൊത്തുരൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും സംസാരിക്കില്ല. അപ്പോൾ എങ്ങനെ അബ്രാഹത്തിന് മനസ്സിലായി ഈ പറയുന്നത് ദൈവമാണെന്ന്? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? എങ്ങനെ അബ്രാഹത്തിന് മനസ്സിലായി ഈ പറയുന്ന ആള് ദൈവമാണെന്ന്? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു, തളർന്നു കിടക്കുന്ന ആളാണ്, അയാളെങ്ങനെ എണിക്കണേ? ആരെങ്കിലും എണിപ്പിച്ചോ? നീ എണിക്കുക എന്ന് പറഞ്ഞപ്പോൾ എണിക്കുക എന്നുള്ള ആ പ്രോസസ്സ് അവനിൽ സംഭവിക്കുകയാണ്. നീ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൊടുക്കുകയാണ്. എന്നപോലെ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവ ആകുന്നു എന്ന വിശ്വാസം ദൈവം തന്നെ അവന് ദാനമായി കൊടുക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? അതിൻ്റെ ഉള്ളിൽ അതാണ് പിന്നീട് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, ഹിന്ദിയിൽ പറയാം, സുनने से विश्वास उत्पन्न होता है. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവിയോ ദൈവ ശബ്ദത്തിൽ നിന്ന്. അപ്പോൾ അബ്രാഹാം ഇത് കേട്ടപ്പോൾ തന്നെ ആ ശബ്ദത്തിൽ, ഇപ്പം നമ്മളിന്ന് പറഞ്ഞില്ലേ രാവിലെ എപ്പോഴോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈശോ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കുന്നത് ഞാൻ സ്വയമേവ സംസാരിക്കുന്നതല്ല,
ഞാൻ സ്വയമേവ സംസാരിക്കുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ പിതാവ് ചെയ്യുന്ന പ്രവൃത്തി? അബ്രാഹത്തിന് വിശ്വാസമെന്ന ദാനം കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ ദാനം കൊടുത്തത്? അബ്രഹാം അല്ലെങ്കിൽ അബ്രാം എന്ന് വിളിച്ചപ്പോഴേക്കും ആ ശബ്ദത്തിലും ഞാൻ നിന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസം അബ്രാഹത്തിലേക്ക് പകരുകയാണ്. അബ്രാഹത്തിൻ്റെ ഉള്ളിൽ ആരാധന വന്നു. അബ്രാഹം സാഷ്ടാംഗം വീണ് ആരാധിച്ചു. തുടർന്ന് വീണ്ടും അബ്രാഹം കേൾക്കുകയാണ്, നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കും. ഇപ്പൊ മനസ്സിലാക്കണം, നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാണ്, ഈ അബ്രാഹത്തിന് ജന്മപാപം ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ പൂർവ്വശാപമൊക്കെ ഇപ്പം അവിടെ പോയി. മനസ്സിലായോ? അതെല്ലാം അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ലൈറ്റ് തെളിയുമ്പോൾ അന്ധകാരമെല്ലാം പോകും. അനുഗ്രഹം, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ദൈവമേ നീ അങ്ങനെ അനുഗ്രഹമാക്കിയാലും ശരിയാവുന്നില്ല, അവൻ ജന്മഭാവമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അവിടെ വരുമോ? ദൈവമാണ് സർവാധിപൻ. ദൈവത്തിനറിയാം അവന് ജന്മഭാവമുള്ളതാണെന്നും അത് ദൈവം തന്നെയാണ് മാറ്റേണ്ടതെന്നും ദൈവത്തിന് അറിയാം. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഇതാണ്. ചിലർ പറയണത് അത് ദൈവം അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും. ഇത്ര വരെ പറയുന്നുണ്ട്. അത് ബൈബിളിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നീ മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ രക്ഷ കിട്ടില്ല. പോപ്പ് അങ്ങനെയൊക്കെ പറയും. പോപ്പ് പറയും ദൈവം കരുണയാണെന്നൊക്കെ, പക്ഷേ മര്യാദയ്ക്കല്ലെങ്കിൽ നീയൊക്കെ നരകത്തിൽ പോകും. ഇനിയിപ്പോൾ ആര് പറയണത് വിശ്വസിക്കണം? അതുകൊണ്ട് ഞാൻ പറയണമെന്നും വിശ്വസിക്കണ്ട. തോമസ് പോളിങ്ങിനൊക്കെ പറയും നീ നരകത്തിൽ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു വിമർശനം തോന്നുന്നുണ്ടോ? ഈ രാത്രി സമയത്ത് എന്തെങ്കിലും ഇച്ചിരി തമാശയൊക്കെ പറയണ്ടേ അല്ലേ? ശ്രദ്ധിക്കണം. അപ്പോൾ അബ്രാഹത്തിന് ദൈവം വിശ്വാസം കൊടുത്തതോടെ അബ്രാഹത്തിലുള്ള ആ തിന്മയുടെ സകല ശക്തിയും നശിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കും. അബ്രാഹത്തിൽ ജന്മഭാവമുണ്ടായിരുന്നതെല്ലാം അതോടെ കഴിഞ്ഞു. വിശ്വസിക്കാൻ തോന്നുന്നവർ വിശ്വസിക്കും, അല്ലാത്തവർ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അബ്രാഹത്തിനോട് പറയാണ്, അബ്രാം നീ നിന്റെ ദേശവും ഈ സ്വത്തും സമ്പത്തും പിതൃഭാവനവും എല്ലാം വിട്ട് ഞാൻ പറയുന്ന ഒരു ദേശത്തേക്ക് വരിക. യെസ് ലോർഡ്. അപ്പോൾ അപ്പോഴേ മുതൽ നമ്മളിൽ ഒരു കുടിയേറ്റ സംസ്കാരം ആരംഭിച്ചു. അതുകൊണ്ടാണ് മലയാളികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, കോട്ടയത്തുനിന്ന് മലബാറിലേക്ക് കുടിയേറുന്നു, മലബാറിൽ നിന്ന് സൗദിയിലേക്ക് കുടിയേറുന്നു, അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുന്നു, അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്നു. എല്ലാം കുടിയേറ്റമാണ്. ഇത് പണ്ടേ തുടങ്ങിയതാ. മനസ്സിലായോ? ശരിയാണോ ഇല്ലയോ? ഒരാളങ്ങ് കുടിയേറി കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ, പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെയാണ്, അവരുടെ എല്ലാ ബന്ധുക്കളെയും അവിടെ അങ്ങ് കൊണ്ടുവന്ന് കഴിയുമ്പോഴേ സമാധാനമാവുള്ളൂ. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അത് പണ്ടേ ഉള്ളതാണെന്ന് ഞാൻ പറയണത്. അപ്പോൾ അബ്രാഹത്തിനോട് പറയാണ്, നീ ജനിച്ച നാടും വീടും സമ്പത്തും എല്ലാം വിട്ട്. അപ്പോൾ ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷൻ. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അബ്രാഹം ഓരോന്നും അനുസരിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്ന് ഭാവനയിൽ കാണുക. അബ്രാം വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങോട്ട് വന്നേ, ഞാനൊരു പ്രത്യേക കാര്യം പറയാം.
ഇന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം എന്നോട് സംസാരിച്ചു. ഇവനെന്ത് പറ്റി? ഇവനെന്ത് പറ്റി? ദൈവം സംസാരിച്ചു. ഇവിടെ എത്ര ദൈവങ്ങളാണുള്ളത്? ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ ദൈവമുണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ ദൈവമുണ്ട്, ചെമ്പ് കൊണ്ട്. അതൊന്നും സംസാരിക്കുന്നില്ലടാ. അബ്രാം പറഞ്ഞു, എടാ മണ്ടന്മാരെ, ഇതൊക്കെ ഒന്നും ദൈവമല്ല. ഇത് ചുമ്മാ നമ്മൾ കൊത്തിരൂപങ്ങൾ ഉണ്ടാക്കിയതോ. ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് ദൈവം. ഇന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ ആ സ്വരം കേട്ടു. അതൊന്ന് കേൾക്കേണ്ടതാണ്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മേല് കുളിര് കോരി. ഞാൻ താണു വീണ് ആരാധിച്ചു. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ഏകനായിരുന്നപ്പോൾ ഞാൻ വിളിച്ചു. ഈ വിശ്വാസം മറ്റവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കിട്ടണില്ലാരും. ഇവരെല്ലാം വിചാരിച്ച് ഇവന് വട്ടാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ കേട്ടുള്ളൂ, ദൈവം പറഞ്ഞെന്താണെന്നറിയാമോ? എന്നോട് പറയാണ്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. മാത്രമല്ല ഈ നാടും വീടും എല്ലാം വിട്ട് ദൂരദേശത്തേക്ക് പോകാനാണ് എന്നോട് പറയണേ. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ പുറപ്പെടാൻ ഓർത്തു. എന്താണ് ഈ പറയണത്? നിനക്ക് ശരിക്കും വട്ടാണ്. ഇത്രയും സ്ഥലം, ഇത്രയും ഏക്കറുകളിൽ ലാൻഡ് മുഴുവനും വിട്ടിട്ട് എവിടെ പോകുന്ന നീ പറയണത്? നീ എങ്ങനെ ജീവിക്കും? നീ അതൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. ആ ശബ്ദം, ആ ദൈവം പറയണത് അതൊക്കെ ക്രമീകരിക്കുന്ന പറയണേ. കണ്ടോ, വിശ്വാസത്തിൻ്റെ വളർച്ച വരികയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പോകരുത്, ഇങ്ങനെ വിഡ്ഢിത്തരം കാണിക്കരുത്. ഇതൊക്കെ നിന്റെ ജന്മസ്വത്താണിത്. ഇത് നീ ഇട്ടിട്ട് പോകേണ്ട എന്താവശ്യം ഇല്ല. ഇതിനേക്കാളും വലിയ സ്വത്ത് ദൈവമാണ്. നിനക്ക് എന്ത് പറ്റി അബ്രാം? നിനക്ക് വട്ടായോ? അപ്പൊ സാറ അവിടെ തലയിൽ കൈ കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്താണ് ശരി? അയലക്കാരും ഇവരൊക്കെ കേൾക്കുന്നുണ്ട്. ഈ യജമാനൻ ഇവിടുന്ന് പോകാൻ പോവാണ്, വലിയ മുതലാളി പോവാണ്, എന്ത് ചെയ്യും? അബ്രാം പറഞ്ഞു, എനിക്ക് യാതൊരു സംശയമില്ല, എന്നോട് സംസാരിച്ചത് ദൈവമാണെന്നും ആ ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം എന്നോട് സംസാരിച്ചത് യാതൊരു സംശയമില്ല. നാളെ രാവിലെ ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഇവരന്ന് രാത്രി വീട്ടിൽ ഉറക്കില്ല. അനിയന്മാരെല്ലാവരും കൂടി ബഹളം, നിന്നെ ഞങ്ങൾ വിടൂല. രാവിലെ എഴുന്നേറ്റ് അബ്രാഹം ഒരു വടിയും ഒരു സഞ്ചിയും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സാവധാനം സാറായി അബ്രാഹത്തിൻ്റെ പുറകെ നടന്നു. അബ്രാഹം തിരിഞ്ഞു നോക്കുന്നേയില്ല. ഇവിടെ ഭയങ്കര ബഹളം. പോയി പിടിച്ചു നിർത്ത്, അയാളെ വിടല്ലേ. ആർക്കും ധൈര്യമില്ല. അപ്പോൾ ലോത്ത് പറയാണ്, ഞാനും അമ്മാവൻ്റെ കൂടെ പോവുകയാണ്. നീ പോണു? എന്ത് കിട്ടുന്ന ചോദിച്ചാൽ പോണേ? എനിക്കൊന്നും അറിയില്ല, ഞാനും പോവുകയാണ്. അപ്പോൾ അവിടുത്തെ തലമുഹൂർത്ത വേലക്കാരെല്ലാവരും പറഞ്ഞു, ഞങ്ങളും അങ്ങേരുടെ കൂടെ പോവുകയാണ്. അപ്പോഴേക്കും ലൈൻ അങ്ങ് നീണ്ടു. ആ സീനൊന്ന് കാണണം. തിരിഞ്ഞു നോക്കുന്നില്ല. തൻ്റെ സകല സമ്പത്തുകളും വിട്ട് ദൈവം പറഞ്ഞ ഒറ്റ ശബ്ദമാണ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോഴേക്കും വെള്ളമില്ല, മരുഭൂമി, മൃഗങ്ങളൊക്കെ ചാകാൻ തുടങ്ങണു. രാത്രി ഒരു ടെൻ്റടിച്ച് ഒരിടത്ത് കിടന്നു. അപ്പോൾ ഒരുപക്ഷെ സാറ ചോദിക്കാൻ, കർത്താവ് തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത്? അല്ല, എനിക്ക് സംശയമൊന്നുമില്ല, എന്നാലും. അപ്പം അബ്രാം സാറെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു. കർത്താവ് പറഞ്ഞ്, നീ ഗർഭിണിയാവുന്നു. ഓ മനുഷ്യ, ഈ വയസ്സായ ആള് ഞാൻ ഗർഭിണിയാ. തമാശ പറയില്ലെങ്കില്. തമാശയല്ല, കർത്താവ് പറഞ്ഞു.
ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? അബ്രഹാം, ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നു. നിന്റെ സന്തതികളിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന് എന്നോട് പറഞ്ഞു. നീ ഗർഭിണിയാകും. കാര്യം സീരിയസ് ആയില്ലേ? ഞാൻ ഈ വന്ധ്യയായ ഞാൻ ഗർഭിണിയാവുന്നു. എടി പെണ്ണെ, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? എൻ്റെ കർത്താവേ, നമുക്ക് പോകാം മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. പിന്നെ നമുക്കറിയാം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ്. അങ്ങനെ പലതും നടന്നു. ഹഗ്ഗാറും അതും ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിശ്വാസം എന്ന ദാനം ഒരു വലിയ പെട്ടിയാണെന്ന് വിചാരിക്കുക, ഒരു ഗിഫ്റ്റ് പാക്കറ്റ്. ആ ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ അകത്ത് തുറക്കുമ്പോൾ എന്താ കാണുന്നത്? അതിനകത്ത് വേറെ കുറേ പാക്കറ്റുകൾ. ഇതാണ് വിശ്വാസത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബൈബിൾ തുറന്നാൽ ആദ്യം കാണുന്ന എന്താ? ഉള്ളടക്കം. ഈ ബൈബിളിൽ എന്തെല്ലാമാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന പോലെ നമ്മൾ ഒരു വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പഠിക്കണം. അതെന്ത് ചെയ്യണം? അത് പഠിക്കണം. അപ്പോൾ അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസം എന്ന ദാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിരവധി പാക്കറ്റുകൾ വേറെ ഉണ്ടായിരുന്നു. അതിലൊരു പാക്കറ്റ് ഇതാണ്: അബ്രാഹം ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ വിശ്വാസം ലഭിച്ചു. അതാണ് ദൈവസ്വരം ശ്രവിച്ചപ്പോൾ അത് വിശ്വസിക്കുന്ന കൃപ. അത് ദൈവം പറഞ്ഞത് കൃത്യം സംഭവിക്കും എന്ന് അബ്രാഹം വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നു? ആ വിശ്വാസം അബ്രാഹത്തിന് അവിടെ ദാനമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട്. ആ ദാനമാണ് പിന്നീട് മറിയം പറയുന്നത്. മറിയത്തിനോട് പറഞ്ഞപ്പോഴും മറിയത്തിന് വിശ്വസിക്കാൻ സാധിച്ചത്. കാരണം ആ ദാനമാണ് ഇന്നും നമ്മളെല്ലാവരിലും വന്നിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കും. അതാണ് വിശ്വാസത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കൊരു ട്രെയിനിങ് തന്നത്. പുതിയ നിയമം വായിച്ചിട്ട് കർത്താവ് അരുളി ചെയ്തു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എടുത്ത് വായിക്കുമ്പോൾ, ഓഹോ, അന്ന് അരുളി ചെയ്തതാണല്ലേ ഇവിടെ സംഭവിച്ചത്. അങ്ങനെ നിങ്ങൾ പുതിയ നിയമം മുഴുവൻ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഈ വിശ്വാസം നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടാവും. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ, അതേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. മനസ്സിലായ? ഇപ്പം ഞാൻ പറയും, ഞാൻ പ്രോവിഡൻസിലാണ് ജീവിക്കുന്നത്. അതായത് ഞാൻ വേറെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയല്ല, കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് പറയണമായിട്ട്. ഇപ്പോൾ പൈസയുടെ കാര്യമായാലും കർത്താവ് പറയുകയാണ്, നിനക്ക് ഇന്ന് ഞാൻ ഇത്ര 1000 രൂപ തരും എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാനത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? അത് കിട്ടും. അങ്ങനത്തെ ഒരു സാലറി സ്ലിപ്പുണ്ട്. അതാണ് കർത്താവ് ഒരു ദിവസം രാവിലെ 7 മണിക്ക് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാനിന്ന് 5000 യൂറോ തരും. ഞാൻ ഉടനെ എഴുതി, കർത്താവേ വിശ്വസിക്കുന്നു. എഴുതിയാൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. 7 മണിക്ക് ഇത് സംഭവം നടന്നു. ഞാൻ വിശ്വസിച്ചു. 9 മണിയായപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, തോമസ് പോളിനെ ഒന്ന് കാണണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞു, നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഇല്ലാണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ 1 മിനിറ്റ് കണ്ടാൽ മതി. ഒരു മുടന്തനായ ആളാണ്, ഒരു വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടെർമീൻ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, കാണാൻ അനുവദിക്കണോ? ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് അനുവദിക്കുക, ആര് വന്നാലും ഒരു അപ്പോയിൻമെൻ്റ് ആവശ്യമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ പറയണം, തോമസ് പോളെ, ഇന്ന് രാവിലെ 7 മണിക്ക് എന്നോട് കർത്താവ് പറഞ്ഞു നിനക്ക് 5000 യൂറോ കൊണ്ടുവന്ന് തരാൻ. ഇതാണ് ആകാശ്. പിടിച്ചു. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഞാൻ അവിടുത്തെ നമ്മുടെ ടെലിവിഷൻ ചാനലിന് വേണ്ടി 3 ക്യാമറ മേടിക്കാൻ പറഞ്ഞു. 3 ക്യാമറയ്ക്ക് കുറേ വർഷം മുമ്പാണ്. 13,000 യൂറോ ആണ് വില. കർത്താവ് പറഞ്ഞു, ഞാൻ മേടിച്ചു. എവിടെ നിന്ന് പൈസ കിട്ടും? ഒരു ഐഡിയ ഇല്ല. കർത്താവ് തന്നെ പൈസ കൊണ്ടുവന്ന് തരണം.
ഞാൻ വിശ്വസിക്കുന്നു തക്ക സമയത്ത് കർത്താവ് കൊണ്ടുവന്ന് തരും. ബില്ല് വന്നു, ബില്ല് കൊടുക്കാനില്ലാണ്ട് ആൾക്കാരെല്ലാം വിഷമിക്കണോ. ഞാൻ പറഞ്ഞു, കർത്താവേ ഇതേ ബില്ല് വന്നിട്ടുണ്ട്. അന്നൊരു 13-ാം തീയതി ആയിരുന്നു. മെയ് മാസം 13-ാം തീയതി എന്ന് പറഞ്ഞാൽ ഫാത്തിമ മാതാവിൻ്റെ ദിവസമാണ്. അന്ന് ജർമ്മൻകാർക്കും യൂറോപ്പിലൊക്കെ വലിയ ആഘോഷമാണ്. ഒരു അമ്മച്ചി വിളിച്ച് പറയാണ്, തോമസ് പോളാണോ? ആ അതെല്ലോ. You know, today is 13th May. Yes, Mother Mary's Day. And you know, Mother Mary said to me, you need 13,000 euro today. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഉടനെ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് തായോ, ഇപ്പോൾ തന്നെ ഞാനത് ഇന്ന് തന്നെ അയച്ചേക്കാം. അപ്പോൾ 13-ാം തീയതിയുടെ ഒരു കണക്കാകട്ടെ എന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയണത് കാശിൻ്റെ ഒരു കണക്ക് പറയാനല്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും അല്ലേ? ഇതിനേക്കാൾ കൂടുതലായിട്ടാണ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾക്കതങ്ങ് വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മല മാറും എന്ന് പറയണതാണ്. മല മാറും വിശ്വസിച്ചാൽ. ഒരിക്കലൊരു അമ്മച്ചി, ഒരു സഹോദരി പറയാണ്, അവരുടെ ഒരു സുഹൃത്ത് കാമറൂണിലുള്ളതാണ്. കാമറൂണിൽ അവിടെ ആ കാമറൂൺകാരി അമ്മച്ചി അപ്പച്ചനും വയസ്സായി. അവർക്ക് വീട് ഒരു മലയുടെ താഴ്വാരത്തിലാണ്. ഈ മലയിൽ നിന്ന് മണ്ണ് വീണ് ഇവരുടെ വീടിന് ചുറ്റും വീണിട്ട് എപ്പോഴും പ്രശ്നം. അപ്പോൾ ഈ അപ്പാപ്പൻ അതൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. പക്ഷെ അങ്ങനെ ഇരിക്കുക ഈ അപ്പാപ്പൻ മരിച്ചുപോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഈ അമ്മച്ചി എന്നിട്ട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ കർത്താവേ, എൻ്റെ ആൾ മരിച്ചുപോയി, ഞാനൊരു വിധവയാണ്, ഈ മണ്ണൊക്കെ വീണത് മാറ്റാൻ എനിക്ക് ഒരു വഴിയില്ല, എനിക്കെൻ്റെ വീട് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് നീ പറഞ്ഞിട്ടുള്ളതല്ലേ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മല മാറ്റാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള മല ദയവ് ചെയ്ത് മാറ്റിത്തായോ. നടന്ന സംഭവമാണ്. ആളുകൾ ഇത് കേട്ടിട്ട് വിചാരിച്ച് അമ്മച്ചിക്ക് അപ്പച്ചൻ മരിച്ച കാരണം ഇച്ചിരി പ്രശ്നമായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവരിത് തന്നെ പ്രാർത്ഥിക്കണേ, കർത്താവേ എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള മല മാറ്റിത്തായോ. എന്തിനു പറയണു? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു നോട്ടീസ്, അതായത് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത്, ഒരു ലേക്ക്, ഒരു മണ്ണിങ്ങനെ ഒരു ചതുപ്പ് നിലം ഫില്ല് ചെയ്യണം. അതിന് പറ്റിയ മണ്ണ് എവിടെ കിട്ടും? ഗാർഡൻ ക്വാളിറ്റിയിലുള്ള മണ്ണ്. അതിനുവേണ്ടി അവർ ടെൻഡർ ക്ഷണിച്ചു. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, സോയിൽ ഇൻവെസ്റ്റിഗേഷന് ഡ്രില്ല് ചെയ്യാൻ ആൾക്കാർ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ മണ്ണ് ഈ മലയിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തിനു പറയണു? മുനിസിപ്പാലിറ്റി ഓർഡർ ഇട്ടു, ഈ മല മുഴുവനും വെട്ടി ആ ചതുപ്പ് നിലം ഫില്ല് ചെയ്ത് അവിടെ ഗാർഡൻ ആക്കാൻ. വലിയ വലിയ ട്രിപ്പറും ട്രെയിനും എല്ലാം വന്ന് അമ്മച്ചിയുടെ പുരയുടെ പുറവശത്തുള്ള മല വെട്ടി മാറ്റപ്പെട്ടു. നിങ്ങളിത് വിശ്വസിക്കുന്നോ? ഇത് അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ്. അപ്പോൾ വിശ്വാസമാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം. അതാണ് യെശയ്യായിൽ വരെ പറയണത്, നിന്നെ വെട്ടിയെടുത്ത പാറ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു. വിശ്വാസത്തിൻ്റെ പാറ. ഓക്കെ. അപ്പോൾ ഈ പാറയിൽ ഉള്ള കണ്ടൻറ്റ് നമുക്കൊരു 3-4 ഐറ്റംസ് പഠിക്കണം. പെട്ടെന്ന് എടുക്കുകയാണ്, നമ്മുടെ സമയം കഴിഞ്ഞു. ദൈവമേ, 9 നിർത്തണമെന്ന് വിചാരിച്ചതാണ്. എന്നാലും വാച്ചിനെ നമുക്ക് പിറകെ കറക്കാം വിശ്വാസത്തിലൂടെ എന്ന് വിചാരിക്കാം. അബ്രാഹത്തിൻ്റെ ഫസ്റ്റ് കണ്ടൻറ്റ് ദൈവം പറഞ്ഞത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ആ ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ആ പറഞ്ഞതനുസരിച്ച് ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം. അതായത് സകലതും വിട്ട് നീ പോകുക എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അതിനെതിരെ നിൽക്കുമ്പോൾ അബ്രാഹാം ആ വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷനിലേക്ക് ഇറങ്ങി. ഒരു ആക്ഷൻ. ഒരു മാരത്തോൺ ഓർഡർ എന്ന് പറഞ്ഞാലും ഇറ്റ് ഹാസ് ടു ബിഗിൻ ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു മാരത്തോൺ ആയാലും അത് തുടങ്ങണം എവിടുന്ന? ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്ന പോലെ
ഈ പ്രപഞ്ചം മുഴുവനിലേക്കും തന്ന വിശ്വാസം ദൈവം കൊടുത്തുവെങ്കിലും ആ വിശ്വാസത്തിൻ്റെ ഒരു റെസ്പോൺസാണ് അബ്രാഹം വിട്ടിറങ്ങുന്നത്. അത് വലിയൊരു ടച്ചിങ് പോയിൻ്റാണ്. മൂന്നാമത്, ദൈവം ഓരോ സ്റ്റെപ്പിലും അബ്രാഹത്തിനെ നയിക്കുകയാണ്. അപ്പോൾ അടുത്ത അബ്രാഹത്തിനോട് പറഞ്ഞത്, നിനക്ക് ഞാനൊരു സന്തതിയെ തരും എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം വീണ്ടും സാഷ്ടാംഗം വീണ് ചിരിച്ചു. അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ പേര് പുഞ്ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന് പേരിട്ടിരിക്കുന്നത്. അബ്രാഹവും പുഞ്ചിരിച്ചു, സാറായും ചിരിച്ചു. അത് രണ്ടും ഒരു പ്രോഫറ്റിക് ചിരിയായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇസഹാക്ക് എന്ന് പേരിടാൻ പറഞ്ഞത്. ഇസഹാക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം പുഞ്ചിരി എന്നാണ്. ഓക്കെ, ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അത്യുഗ്രമായ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അബ്രാഹത്തിന് വയസ്സായി, സാറയുടെ ഗർഭം വരണ്ടു. സാറ മെനോപ്പസിലേക്ക് കയറിയപ്പോൾ കർത്താവ് പറയാണ്, ഇനി അടുത്ത വർഷം നിന്റെ ഭാര്യ ഗർഭിണിയാകും. വിശ്വാസത്തിൽ അബ്രാഹം വീണ്ടും വിശ്വസിക്കുകയാണ്. അതായത് ഒരു സ്ത്രീ മെനോപ്പസ് ആയിക്കഴിഞ്ഞാൽ അവളുടെ ഓവറിയിൽ നിന്നും അണ്ഡം ഉൽപ്പാദിക്കപ്പെടാതിരിക്കെ എങ്ങനെ അവൾ ഗർഭിണിയാകും? പുരുഷ ബീജമുണ്ടായാൽ തന്നെയും ആ ബീജവും അണ്ഡവും കൂടി ചേർന്നാലല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഇത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നില്ലേ? ഓക്കെ. അപ്പോൾ ആ അവസ്ഥയിലും അബ്രാഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിലൂടെ സാറ ഗർഭിണിയായി. ഇതാണ് വേറൊരു വിശ്വാസം. അപ്പോൾ ഇവിടെയെല്ലാം ഇതെങ്ങനെ രക്ഷാകര പദ്ധതിയുമായിട്ടുള്ള ബന്ധം? രക്ഷാകര പദ്ധതി മരണാവസ്ഥ, അതായത് ജീവനില്ലാത്ത അവസ്ഥയിൽ ദൈവം തന്നെ ജീവൻ നൽകുന്നതാണ് രക്ഷാകര പദ്ധതി. രക്ഷാകര പദ്ധതി എന്താ? ജീവനില്ലാത്ത അവസ്ഥ